السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, സൂറത്തു ഷംസാണ് അമ്മ ജുസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കിയത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ലൈൽ എന്ന സൂറത്താണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യുകയും ശേഷം വിശദീകരണം മനസ്സിലാക്കുകയും ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിക്കുന്ന ഇൽമ് നമുക്ക് ഉപകാരപ്രദമാക്കുകയും നമ്മുടെ അമലിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപത്തിലാക്കുകയും ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. മക്കിയായ ഒരു സൂറത്താണ് ഇതെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ കാലഘട്ടത്തിന് മുമ്പുള്ള സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്ത് എന്ന് പറയപ്പെടാറുള്ളത്. മക്ക കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിൽ അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന മുശ്രിക്കുകളെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അല്ലാഹു തആലയെ തന്നെ നിഷേധിക്കുന്ന ആളുകളെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ എടുത്തു പറഞ്ഞ് അതിനെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് അവൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നതായ ചില കാര്യങ്ങളാണ് നമുക്ക് മക്കിയായ സൂറത്തുകളിൽ, പ്രത്യേകിച്ചും അവസാനത്തെ ജുസ്ഉകളിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സൂറത്തുകളിലൊക്കെയും അല്ലാഹു തആല അവൻ്റെ മഹത്തരമായ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് സത്യം ചെയ്ത് അത്തരം കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സൂറത്തിലും ആദ്യത്തെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്ത് പറയുന്നുണ്ട്. നാം നേരത്തെ ആവർത്തിച്ചതുപോലെ തന്നെ സത്യം ചെയ്ത് പറയുന്ന വിഷയങ്ങളാകുമ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നത്.
അതേപോലെ തന്നെ ആ സത്യം ചെയ്യാൻ ഉപയോഗിച്ച ആ മഖ്ലൂഖാത്തുകൾ, അതിനെക്കുറിച്ച് നമുക്ക് നന്നായി ചിന്തിക്കാനും ഉണ്ടാകും. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ചിന്തിക്കാൻ സാധിക്കുന്നതായ കാര്യങ്ങളെ ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാനും ഉപയോഗിക്കുക. ഇവിടെ ഈ സൂറത്തിൽ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു തആല ആദ്യമായി സത്യം ചെയ്ത് പറയുന്നത് രാവിനെയാണ്. വല്ലൈലി ഇദാ യഗ്ഷ, രാവിനെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. ലൈൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് സഹോദരങ്ങളെ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗമാണ്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തുലൂ ഉൽ ഫജ്ർ വരെ, പ്രഭാതോദയം വരെയുള്ള സമയത്തിനാണ് ലൈൽ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയെ സത്യം ചെയ്തു പറയുന്നു. ആ രാത്രിയിൽ നടപ്പാകുന്ന അത്ഭുത പ്രതിഭാസത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒപ്പം ചേർത്ത് പറഞ്ഞത് ഇദാ യഗ്ഷ എന്നാണ് പറയുന്നത്. രാത്രി അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. രാത്രി എന്തിനെയാണ് മൂടുന്നത്? രാത്രി അതിൻ്റെ ഇരുട്ടുകൊണ്ട് ഭൂമിയെ മൂടിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ സൂറത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. കാരണം അള്ളാഹു തആല ഈ രാത്രി ഇങ്ങനെ നിശ്ചയിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായ രൂപത്തിൽ ക്ഷീണമില്ലാതെ എല്ലാ പകലുകളിലും പണിയെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. മനുഷ്യന് ജീവിതം സാധ്യമേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും എല്ലാ സമയവും പകലായി സൂര്യൻ കത്തിജ്വലിക്കുന്ന രൂപത്തിലാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. നാം ചുട്ടുപൊള്ളി ജീവിക്കേണ്ടി വരും. നമുക്ക് വെള്ളമുണ്ടാവുകയില്ല, അതെല്ലാം വറ്റിത്തീർന്നു പോകും. ഇവിടെ മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക്, പറവകൾക്ക് കൂടണയാൻ സാധിക്കുകയില്ല. അവരുടെ വീടുകളിൽ സമാധാനമായി ഉറങ്ങാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ രാവ് എന്ന് പറയുന്നത് വലിയ ദൃഷ്ടാന്തമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് സത്യം ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. വല്ലൈലി ഇദാ യഗ്ഷ. അതേപോലെ രാത്രിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബായതും മുസ്തഹബായതും ഒക്കെ പുണ്യമുള്ള സുന്നത്തായ കാര്യമായ ഇബാദത്തുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രിയുടെ ആദ്യ ഭാഗത്താണ് ഇപ്പോൾ നാം നിർവഹിച്ച സലാത്തുൽ മഗ്രിബ് നിസ്കാരം. പിന്നീട് രാത്രിയുടെ 1/3 പിന്നിടുന്ന സമയം മുതൽ രാത്രിയുടെ അർദ്ധരാത്രി വരെ, രാത്രിയുടെ പകുതി വരെ നമുക്ക് സലാത്തുൽ ഇശാ നിസ്കരിക്കാനുള്ള സമയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. പിന്നീട് ആ രാത്രിയുടെ അവസാനം ആണ് സലാത്തുൽ ഫജ്ർ, പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് സലാത്തുൽ ഫജ്ർ. ഇങ്ങനെ 3 നിർബന്ധ നിസ്കാരങ്ങൾ ഈ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഏറ്റവും അഫ്ളലായ സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ട ഒന്നാണ് രാത്രി നിസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം സമയവും ഈ ലൈലിലാണ്. രാത്രിയുള്ള ഇബാദത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം മൂടി, ആരും ആരെയും അറിയുന്നില്ല, ആരും ആരെയും കാണുന്നില്ല. ആ സമയത്ത് അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഒറ്റക്കാകാൻ, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തആല നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് ഈ രാത്രി. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടും വലിയ ദൃഷ്ടാന്തമാണ്. ഒരുപാട് ആളുകൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന സമയം ഈ രാത്രിയിലാണ്. എല്ലാ നിലക്കും അടിമകൾ റബ്ബിലേക്ക് അടുക്കുന്ന, അതുപോലെ തന്നെ അടിമകൾ അവർക്ക് വേണ്ട വിശ്രമങ്ങൾ അത് ആസ്വദിക്കുന്ന, ആ നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ ഭൗതികവും പാരത്രിക ലോകത്തേക്കുമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു മഹത്തായ ദൃഷ്ടാന്തമാണ് രാത്രി എന്ന് പറയുന്നത്. പകലിന് വേണ്ടിയിട്ടുള്ള വിഭവം അവരൊരുക്കുന്നത് രാത്രി ഉറങ്ങിക്കൊണ്ടാണ്. പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള വിഭവം അവരൊരുക്കുന്നത് ഈ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് എന്നാണ്. ഇതൊക്കെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദൃഷ്ടാന്തമായി പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത്തരം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയം, ഉറങ്ങുന്ന സമയം, ആ സമയം നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ടാകുന്നു. ഇങ്ങനെ കൂടുതൽ പ്രതിഫലം ഉണ്ടാകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഓരോ ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഉറങ്ങാനുള്ള സമയം നൽകുകയാണ്, വേണ്ട രൂപത്തിൽ ഉറങ്ങി. പിന്നീട് ആ ഉറക്കം നമുക്ക് നന്നായി കനക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ട് ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹു അങ്ങേയറ്റം പ്രതിഫലം കണക്കില്ലാതെ നൽകാൻ വേണ്ടി നിശ്ചയിച്ചതാണ്. അള്ളാഹു തആലയുടെ വലിയ ദൃഷ്ടാന്തമാണത്. ഉറങ്ങാൻ നമുക്ക് ഭൗതികമായിട്ടുള്ള വലിയ സുഖം രാത്രി ലഭിക്കുന്നത് പോലെ നാളെ പരലോക ജീവിതത്തേക്കും നമുക്ക് വലിയ ഖൈറുകൾ വാരിക്കൂട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഒരു ഖായിദയാണ്, നമ്മുടെ താബിനനുസരിച്ചിട്ടാണ്, നമ്മുടെ ക്ഷീണത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകാന്നാണ്. അപ്പോൾ നമുക്ക് നല്ല ക്ഷീണമുള്ള സമയത്ത് നാം ആ ക്ഷീണത്തെ മാറ്റി വെച്ചിട്ട് ഇബാദത്തിന് വേണ്ടി മാറി നിന്നാൽ, അല്ലെങ്കിൽ ആളുകൾ അശ്രദ്ധരാകുന്ന സമയത്ത് നാം ഇബാദത്തിന് വേണ്ടി മാറി നിന്നാൽ ആ സമയത്തുള്ള ഇബാദത്തിന് പ്രതിഫലമുണ്ട്. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇബാദത്തുകൾ എന്ന് പറയുന്നത് ക്ഷീണിക്കാനുള്ളതല്ല. നമ്മൾ ക്ഷീണത്തോടുകൂടി ഇബാദത്തുകൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ
ആളുകളെല്ലാം ആഗ്രഹത്തോടു കൂടി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസമുള്ള 2 നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് സലാത്തുൽ ഇശയും, 2 സലാത്തുൽ ഫജ്റുമാണ്. കാരണം എല്ലാ പണിയും കഴിഞ്ഞ് വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വേഗം കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ആ സമയത്ത് ഇശാ നിസ്കരിക്കാൻ കൂടി പറയുമ്പോൾ അവരാലോചിക്കുന്ന സമയത്ത് പ്രയാസമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് രാവിലെ വളരെ വൈകി എഴുന്നേൽക്കലാണ് മനുഷ്യർക്കൊക്കെ വലിയ സുഖമായിട്ടുണ്ടാവുക. വൈകി എണീക്കുക എന്നായിരിക്കും സുഖം. പക്ഷെ അതിനോട് നമ്മൾ നഫ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സമയത്ത് തന്നെ തുലൂഉൽ ഫജ്ർ ആകുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക. അപ്പം ആ നിലക്ക് സഹോദരങ്ങളെ, രാത്രി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ലോകത്തേക്കും പാരത്രിക ലോകത്തേക്കും ഒക്കെ അവൻ്റെ വിഭവം ഒരുക്കാനുള്ള വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിഅമത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല രാത്രിയെ തൊട്ട് സത്യം ചെയ്യുന്നത്. വല്ലൈലി ഇദാ യഗ്ഷ, രാത്രി തന്നെയാണ് സത്യം അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. മൃഗങ്ങൾക്കും മറ്റുമൊക്കെ രാത്രി കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അതൊക്കെ നമ്മൾ കുറച്ച് ചിന്തിച്ചാൽ തന്നെ ഒരുപാടുണ്ടാകും. അതിനെക്കുറിച്ച് ആവർത്തിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ ആ രാത്രി സംഭവിക്കുന്ന വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ടാകും. അത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നീട് പറഞ്ഞത് പകലിനെ സത്യം ചെയ്തുകൊണ്ടാണ്. വൻ നഹാർ, ലൈൽ അതിൻ്റെ നേരെ വിപരീതമാണ് നഹാർ എന്ന് പറയുന്നത്. വൻ നഹാരി ഇദാ തജല്ല, പകലിനെ തന്നെയാണ് സത്യം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, നമുക്ക് അതിൻ്റെ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വൻ നഹാരി ഇദാ തജല്ല, പകൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ന് പറയുന്നത്, ഒന്ന് പകൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്, സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത് പകൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2, ആ പകല് ഭൂമിയിലുള്ള കാര്യങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അല്ല, ഭൂമി അതിനെ നമ്മൾ ഒരു സ്വിച്ച് ഒരാൾ ഓഫാക്കിയാൽ എങ്ങനെയാണോ ഒരു റൂമിൽ ഉണ്ടാവുക, അതേപോലെ ഭൂമി രാത്രി ഇരുട്ടായിരിക്കുകയാണ്. പിന്നീട് അത് സ്വിച്ച് ഓണാക്കുന്നത് പോലെയാണ് ഭൂമി മുഴുവൻ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഭൂമി ആളുകൾക്ക് വെളിവായി തീരും. ഭൂമി ആളുകൾക്ക് കാണാൻ സാധിക്കും. ആളുകൾക്ക് പണിയെടുത്ത് ആരംഭിക്കാൻ സാധിക്കുന്നത് ഈ പകലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിനെ തൊട്ടും സത്യം ചെയ്ത് പറയാണ്. പകലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പകലില്ലായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി അധ്വാനിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ എല്ലാം നടക്കുന്നത് ഈ പകലാണ് എന്നെല്ലാം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല അതിനെ സത്യം ചെയ്ത് പറയുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒന്ന് രാവാണ്, പിന്നീട് അതിനെതിരായി പറഞ്ഞത് പകലാണ്. ഒന്ന് മൂടുന്ന കാര്യമാണ് പറഞ്ഞത്, ഒന്ന് അത് പ്രകടമാക്കുന്ന കാര്യമാണ് പറയുന്നത്. എല്ലാം പരസ്പരം വൈരുദ്ധ്യമായ കാര്യങ്ങൾ ദുനിയാവിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളെല്ലാം ദുനിയാവിലുണ്ട് എന്നാണ്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേപോലെ തന്നെ ഭൂമിയെക്കുറിച്ചും അതേപോലെ ആകാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ മാ എന്ന് പറയുന്ന വാക്കിന് 2ആയിട്ട് പണ്ഡിതന്മാർ തഫ്സീർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വമാ ഖലഖ ദക്കറ വൽ ഉൻസ, നമ്മളെ പരിഭാഷകളിലൊക്കെ തർജിമ കൊടുത്തതുപോലെ, അതാ മാ മസ്ദരിയായി ഉപയോഗിച്ചിട്ട്, അഥവാ ഖൽഖു ദക്കരി വൽ ഉൻസ, മനുഷ്യൻ്റെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും പടപ്പിനെ കുറിച്ച് അല്ലാഹു തആല അതിനെ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തത് മാ അൽ മൗസൂല എന്ന് പറയും, അല്ലതി എന്നർത്ഥം, അഥവാ ആ മനുഷ്യനെയും ആണിനെയും പെണ്ണിനെയും ഒക്കെ പടക്കുന്നവനെ തൊട്ട് സത്യം ചെയ്യുന്നു, അഥവാ അള്ളാഹു അവനെ തൊട്ട് തന്നെ സത്യം ചെയ്യുന്നു എന്നാണ്. രണ്ടായാലും അത് പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യമല്ല. ഒന്നാമത്തേത് പറയുന്നത് ആണിൻ്റെയും പെണ്ണിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആണിനെയും പെണ്ണിനെയും കുറിച്ച് ചിന്തിച്ചാൽ രണ്ടുപേരും ജനിച്ചു വീഴുന്നത് ഒരേ ഉദരത്തിൽ നിന്നാണ്. എല്ലാവരും ജനിക്കുന്നത് ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ അങ്ങനെയല്ല. എല്ലാം ഒരു പെണ്ണിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എല്ലാത്തിലേക്കും പോകുന്നത് ഒരേപോലെയുള്ള ഇന്ദ്രിയ തുള്ളികളാണ്. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ ആണാകുമ്പോൾ പെണ്ണാകുമ്പോൾ അത് വളരെ കൃത്യമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ആണിനെ പോലെയല്ല, വലൈസ ദക്കറു കൽ ഉൻസ, ആണൊരിക്കലും പെണ്ണിനെ പോലെയല്ല. എല്ലാത്തിലും മാറ്റാണ്. അവരുടെ സംസാരം മാറ്റാണ്, അവരുടെ പ്രവർത്തികൾ മാറ്റാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്രത്തിൽ അവർക്ക് അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്വഭാവങ്ങളും അവസ്ഥകളും കഴിവുകളും എല്ലാം മാറ്റമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലാഹു തആല ദുനിയാവിന് അത് നിന്നു പോകാതെ മുന്നോട്ട് പോവുകയുള്ളൂ. ആണും പെണ്ണും വേണ്ടതുണ്ട്. ദുനിയാവ് നിലനിൽക്കണമെങ്കിൽ ആണും പെണ്ണും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കാരണമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ മനുഷ്യ പരമ്പര അത് നിലനിൽക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഒരർത്ഥമുണ്ട്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച റബ്ബ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനായവനെ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ്. അഥവാ അല്ലാഹു അവനെ തൊട്ട് തന്നെ സത്യം ചെയ്യുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികളെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായിട്ടാണ് പടച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവൻ അനുഗ്രഹപൂർണ്ണതനായിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, സഹോദരങ്ങളെ, ഈ നിലക്ക് നമ്മൾ ചിന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്
ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ വലിയ അത്ഭുതം കാണാം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം പറയുന്നത് ഇന്ന സഅയകും ലശത്ത. ഇതാണ് സത്യം ചെയ്ത് പറഞ്ഞതിന്റെ ജവാബുൽ ഖസം. ആ സത്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത്. ഇന്ന സഅയകും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലാണ്. രാവും പകലും വിഭിന്നമായതുപോലെ, ആണും പെണ്ണും വിഭിന്നമായതുപോലെ നിങ്ങളുടെ പരിശ്രമങ്ങളും വിഭിന്നമാണ്. കാരണം നിങ്ങളിൽ ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ഇബാദത്ത് ചെയ്ത് തൗഹീദ് ചെയ്ത് അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് വെളിച്ചമുണ്ടാക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ കൽബിനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കും ഇടയിൽ വെളിച്ചമുണ്ടാക്കുന്ന ആളുകൾ ദുനിയാവിലുണ്ട്. അതേപോലെ തന്നെ കൽബിനും തൊട്ട് ചുറ്റുമുള്ള ആളുകൾക്കിടയിലും നാളെ ഖബറിലുമൊക്കെ ഇരുട്ടുണ്ടാക്കുന്ന ആളുകളുണ്ട്. ഷിർക്കുകൾ കൊണ്ട്, ബിദ്അത്തുകൾ കൊണ്ട്, മാസിയത്തുകൾ കൊണ്ട്, ഇങ്ങനെ വ്യത്യസ്ത വിഭിന്നങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ദുനിയാവിലുള്ളത്. എല്ലാം ഒരു മനുഷ്യ ജന്മങ്ങൾ തന്നെയാണ്. പക്ഷെ ആളുകളുടെ പ്രവൃത്തി വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. വലിയ അത്ഭുതമാണ്. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന കാണുന്നുണ്ട്, വേറൊരാൾ അങ്ങനെയല്ല. ഒരാൾ പുണ്യങ്ങളിലേക്ക് മുന്നേറുന്ന കാണുന്നുണ്ട്, ഒരാൾ തിന്മകളിലേക്കായിരിക്കും മുന്നേറുന്നത്. ഒരാളുടെ അവരുടെ ചിന്ത ആഖിറത്താണെങ്കിൽ മറ്റൊരാളുടെ ദുനിയാവാണ്. ഈ രൂപത്തിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ വിഭിന്നങ്ങളായ പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ ഈ നിലക്ക് ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഖൈർ അല്ലെങ്കിൽ ഷർറായിരിക്കും അവൻ്റെ പ്രവർത്തനം. അവൻ ഖൈർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അവൻ പിന്നീട് ഷർറായിരിക്കും പ്രവർത്തിക്കുക. ഒന്നുകിൽ ഖൈറാണ് അല്ലെങ്കിൽ ഷർറാണ്. ഈ നിലക്കായിരിക്കും മനുഷ്യൻ പ്രവർത്തിക്കുക. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകുന്നവനായിരിക്കും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നവനായിരിക്കും. ഇത് രണ്ടിലേക്കും വരാതെ മനുഷ്യൻ ഒരിക്കലും ഭൂമിയിൽ തന്നെ എന്നൊന്നും വസിക്കാൻ സാധിക്കുകയില്ല. ആ നിലക്ക് തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഭിന്നമാണ്. പരിശ്രമങ്ങൾ അതിൻ്റെ ദാത്ത് തന്നെ, അതിൻ്റെ അസ്തിത്വം എടുത്തു നോക്കിയാൽ വിഭിന്നമാണ്. ഖൈറുണ്ട്, ഷർറുണ്ട്. ഇനി ഉദ്ദേശം നോക്കിയാലും വിഭിന്നമാണ്. ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നു, ചിലർ ദുനിയാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നു. ചിലരുടെ ഉദ്ദേശം ദുനിയാവാണ്, ചിലരുടെ ഉദ്ദേശം ആഖിറത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ ജസാ, അതിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ച് നോക്കിയാലും സഹോദരങ്ങളെ വിഭിന്നമാണ്. ചില ആളുകൾക്ക് അവരുടെ അമലുകൾ കൊണ്ട് ദുനിയാവിൽ ഖൈർ കിട്ടും, എന്നാൽ പരലോകത്തേക്ക് ഖൈർ ലഭിക്കുകയില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദുനിയാവിൽ മാത്രം അവർക്ക് ചില ഖൈറുകൾ ലഭിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തേക്ക് ലഭിക്കുകയില്ല. വേറെ ചില ആളുകൾക്ക് ദുനിയാവിൽ ലഭിക്കുകയില്ല, പക്ഷേ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അവർക്കുള്ളതിൻ്റെ പ്രതിഫലം നൽകുന്നതായിരിക്കും. വിഭിന്നങ്ങളായ പരിശ്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നൽകും. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ ഈമാൻ കൊണ്ട് അല്ലാഹു തആല ദുനിയാവിലും ഖൈർ നൽകും, ആഖിറത്തിലും ഖൈർ നൽകും. ഇതിലേറ്റവും പരാജയപ്പെട്ട ആളുകൾ ആഖിറത്തിലൊന്നുമില്ലാത്ത, ആഖിറത്തിലൊരു നസീബുമില്ലാത്ത ആളുകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് ഇന്ന സഅയകും ലശത്ത, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെ വിഭിന്നമാണ്. ഖൈറും ഷർറുമുണ്ട്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വിഭിന്നമാണ്. നിങ്ങളിൽ അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരുണ്ട്, നിങ്ങളിൽ ദുനിയാവ് ഉദ്ദേശിക്കുന്നവരുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും വിഭിന്നമാണ്. നിങ്ങളിൽ ദുനിയാവിൽ പ്രതിഫലം ലഭിക്കുന്നവരുണ്ട്, ആഖിറത്തിൽ ഇല്ലാത്തവർ. ആഖിറത്തിൽ ലഭിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ദുനിയാവിൽ ഇല്ലാത്തവർ. ചിലർക്ക് രണ്ടും ലഭിക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രൂപത്തിലുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് അല്ലാഹു തആല ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയാം. ഏതാണ് റബ്ബ് സ്വീകരിക്കുക, ഏതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തള്ളിക്കളയുക, ഏത് മാർഗം സ്വീകരിച്ചാലാണ് സുഅദാക്കളുടെ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എത്തുക, ഏത് മാർഗം സ്വീകരിച്ചാലാണ് അഷ്ഖിയാകളുടെ, ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലേക്ക് പെട്ടുപോകുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തിൽ പറയാം. അല്ലാഹു തആല പറയുന്നു ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. ഫഅമ്മാ മൻ അഅതാ വത്തഖാ, എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അവൻ നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് ഫഅമ്മാ മൻ അഅതാ, എന്താണ് ഫഅമ്മാ മൻ അഅതാ എന്ന് പറയുന്ന വാക്കിനർത്ഥം? പല തഫ്സീറുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തഫ്സീറായിരിക്കും പൊതുവെ പരിഭാഷകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് അറബിയിലൊരു തഫ്സീർ നമ്മൾ വായിക്കുന്നതിൻ്റെയും മലയാളത്തിലൊരു പരിഭാഷ വായിക്കുന്നതിൻ്റെയും തമ്മിലുള്ള പരിമിതി അതാണ്. കാരണം മലയാളത്തിൽ ഒരു തഫ്സീർ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഒരുമിച്ച് വാക്കർത്ഥമായി കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരു കൂട്ടത്തിൽ ഏറ്റവും ശരിയായി എന്ന് തോന്നുന്ന ഒരു തഫ്സീർ മാത്രമാണ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ അതിൻ്റെ അറബി ഭാഷയിൽ അതിന് സാധ്യമായിട്ടുള്ള സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള, അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള തഫ്സീറുകൾ നോക്കുകയാണെങ്കിൽ വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഫഅമ്മാ മൻ അഅതാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നൽകി എന്ന് പറഞ്ഞാൽ, അഅതാ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില മുഫസ്സിറുകൾ പറഞ്ഞു അഅതൽ ഹുഖൂഖ്,
അവർ എല്ലാ അവകാശങ്ങളും നൽകി എന്നുള്ളതാണ്. ഒന്ന് അഅത ഹഖല്ലാഹ്, അള്ളാഹുവിൻ്റെ അവകാശങ്ങളൊക്കെ വീട്ടുന്ന ആളുകളാണ്. വഅത ഹഖ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനോടുള്ള ഹക്കുണ്ട്, ബാധ്യതകളുണ്ട്, അത് പാലിക്കുന്നവരാണ്. വഅത ഹഖ സഹാബ, സഹാബികളോടുള്ള ബാധ്യതകൾ പാലിക്കുന്നവരാണ്. വഅത ഹഖ ഔലിയാ ഇല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മുൻഗാമികൾ, പണ്ഡിതന്മാർ, ഇവരോടുള്ള ഹക്ക് പാലിക്കുന്നവരാണ്. വഅത ഹഖ വാലിദൈ, അവരുടെ മാതാപിതാക്കളോടുള്ള ഹക്ക് പാലിക്കുന്നവരാണ്. വഅത ഹഖ അഖാരിബി, തൻ്റെ കുടുംബാംഗങ്ങളോട്, ഏറ്റവും അടുത്ത ആളുകളോട് പാലിക്കേണ്ട ബാധ്യത പാലിക്കുന്നവരാണ്. വഅതൽ ഹഖ ഫി മാലി, തനിക്ക് സമ്പത്തുണ്ട്, ആ വിഷയത്തിലുള്ള ഹക്ക് പാലിക്കുന്നവരാണ്. അൽ മുഹിം അന്നഹു യുഅതി അൽ ഹുഖൂഖ് ഫഹുവ ഹരീസുൻ അലാ ഇഅതാഇൽ ഹുഖൂഖ്, ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് എന്തൊക്കെ അവകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചിട്ടുണ്ടോ അതെല്ലാം പാലിക്കുന്നവനാണ്, അതിനെല്ലാം അതീവ തൽപരനാണ് ഇവൻ എന്നാണ് ഫഅമ്മാ മൻ അഅത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വേറെ ചിലർ പറഞ്ഞു, പൊതുവെ നമ്മൾ തഫ്സീറിൽ കാണുന്നത് പോലെ തന്നെ അവൻ ദാനം നൽകി എന്നാണ്, അഥവാ അഅതൽ മഹാവിജ മിൻ മാലി, തൻ്റെ സമ്പത്തിൽ നിന്നും ആവശ്യക്കാരായ ആളുകൾക്ക് അവൻ നൽകി എന്നാണ്. എന്നാൽ ആദ്യം പറഞ്ഞ അർത്ഥമാണ് വിശാലമായ അർത്ഥം, അതിൽ കേവലം ദാനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് എല്ലാ ഹക്കുകളും അവൻ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിൽപ്പെട്ടതാണ് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്, അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്, അതേപോലെ ആരോഗ്യം നൽകി റമദാനിൽ നോമ്പെടുക്കുക എന്നുള്ളത്, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹക്കുണ്ട്, അത് മാത്രം പാലിച്ച് നിർത്താൻ പറ്റൂല. അവൻ്റെ പടപ്പുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ആ നിലക്ക് തന്നെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർ ഹക്കുകളെക്കുറിച്ച്, അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എപ്പോഴും അശ്രദ്ധരായിരിക്കും. അവർക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കാര്യത്തിനെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്ത. അല്ല, എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ശരി, അതല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും ശരി, അവർക്ക് എനിക്ക് ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അങ്ങോട്ടുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്നാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ ചിലപ്പോൾ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും, നമ്മൾ ഏതൊരു ഇനത്തിലാണോ അതല്ലെങ്കിൽ അതേപോലെ ആയിരിക്കും നമുക്ക് തിരിച്ചും കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ നമ്മളോട് പെരുമാറപ്പെടും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളോട് ആളുകൾ മോശം പെരുമാറുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, നമ്മളും ശരിക്കും എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മൾ എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം എല്ലാ നിലക്കും സഹോദരങ്ങളെ നമ്മുടെ ഹക്കുകൾ പാലിക്കണം എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഫഅമ്മാ മൻ അഅത, എല്ലാ നിലക്കുള്ള ഹക്കുകൾ അതിൽ പെടുന്നു, സാമ്പത്തികമായിട്ടുള്ള ഹക്കുകളും അതിൽ പെടുന്നു, നിർബന്ധമായ സക്കാത്തുകൾ, അതിന് പുറമെയുള്ള സദഖകൾ എല്ലാം അതിൽ പെടുന്നു എന്നാണ് പറയുന്നത്. വത്തഖ, ഒപ്പം പറഞ്ഞു തഖ്വ പാലിക്കുകയും ചെയ്തു, ഹക്കുകൾ പാലിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ രണ്ടും എന്താണ്, ഒന്ന് തന്നെയല്ലേ? നമ്മൾ ഹക്കുകൾ പാലിക്കുന്ന സമയത്ത് സ്വാഭാവികമായും തഖ്വ എന്നുള്ളത് അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, തഖ്വ എന്നുള്ളത് അത് ചില സ്ഥലത്ത് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹറാമുകളിൽ നിന്നും സൂക്ഷ്മത കാണിക്കുക എന്നാണ്. അതല്ലെങ്കിൽ തഖ്വ എന്നതിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥം അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ പാലിക്കലും അള്ളാഹു നിഷിദ്ധമായ കാര്യങ്ങൾ വിട്ടുനിൽക്കലും എല്ലാം തഖ്വ തന്നെയാണ്. എന്നാൽ തഖ്വ എന്നുള്ളത് ഇപ്പുറം നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ചേർത്തി പറയുന്നതെങ്കിൽ തഖ്വ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്ന വിഷയമായിരിക്കും. അഥവാ നമ്മൾ ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നായിരിക്കും തഖ്വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിസ്കാരം നിർവഹിക്കണം എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹറാമുകൾ ഒഴിവാക്കണം എന്ന് മാത്രമല്ല, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നീ പാലിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായ കാര്യങ്ങൾ വിട്ടു നിൽക്കണം, ഇതെല്ലാം തഖ്വയിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് അമ്മാ മൻ അഅത എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നമ്മുടെ അമലുകളൊക്കെ ചെയ്യാനുള്ള ഹക്കുകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ വാജിബായ കാര്യങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. വത്തഖ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർക്കുൽ മുഹറമാത്ത്, നിഷിദ്ധമായ കാര്യങ്ങൾ അതെല്ലാം ഒരാൾ ഒഴിവാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതിനെ പണ്ഡിതന്മാർ പറയും വഹാദ മിൻ ബാബി ദിക്രിൽ ആമി ബഅദൽ ഖാസ്, പൊതുവായി പറഞ്ഞതിന് ശേഷം പിന്നീട് ഖാസ് ആയിട്ടുള്ളത് പറയാം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തതിലെല്ലാം ഉൾപ്പെടുമെങ്കിലും പിന്നീട് നിഷിദ്ധം ഒഴിവാക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയാൻ. ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, അവൻ ഏറ്റവും ഹുസ്നയായ കാര്യത്തെ സത്യപ്പെടുത്തി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അൽ ഹുസ്ന, ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം. അദ്ദേഹം സദ്ദഖ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യപ്പെടുത്തിയവനാണ്. വമാ ദല്ലത് അലൈഹി മിൻ ജമീഇൽ അഖായിദി ദീനിയ, അതേപോലെ ദീനിൽ അവൻ വിശ്വസിച്ചിരിക്കേണ്ട മുഴുവൻ വിശ്വാസ കാര്യങ്ങളെയും അവൻ സത്യപ്പെടുത്തിയവനാണ്. വമാ തറത്തബ അലൈഹിമാ മിനൽ ജസാഇൽ ഉഖ്റവി, അതേപോലെ തന്നെ പരലോകത്ത് നമുക്ക് പ്രതിഫലമായി ഉണ്ടാകുന്ന കാര്യത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണോ അതെല്ലാം വിശ്വസിച്ചു എന്നാണ് അർത്ഥം. വസദ്ദഖ ബിൽ ഹുസ്ന, അഥവാ ഇതിൻ്റെ അർത്ഥം ലാ ഇലാഹ, അഥവാ ഇതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞത്
നമ്മൾ ആദ്യം വിചാരിക്കും ഹക്കുകൾ മാത്രം വീട്ടിയാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പെടുകയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, വസദ്ദഖ ബിൽ ഹുസ്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയതാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന അൽ ഹുസ്ന എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംസാരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അത് തൗഹീദിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. കാരണം ആദ്യം മനുഷ്യർ വ്യത്യസ്ത വിഭിന്നങ്ങളായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ തൗഹീദ് ഉള്ളവരെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നത്. അവരാരാണ്? അള്ളാഹുവിന്റെ അവകാശങ്ങളെല്ലാം നൽകുന്ന ആളുകളാണ്, തഖ്വ പാലിക്കുന്നവരാണ്. വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഹുസ്നയായ നന്മയുള്ള കാര്യം, ഉത്തമമായതിനെ അവർ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു വസദ്ദഖ ബിൽ ഹുസ്ന, അൽ ഹുസ്ന എന്ന് പറയുന്നത് അൽ ജന്നയാണ്, സ്വർഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ സ്വർഗത്തിൽ അവർ വിശ്വസിക്കുക, സ്വർഗത്തെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോകത്തുള്ള വിശ്വാസം ഒരാൾക്കുണ്ട്. ഒരാൾ സ്വർഗത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട് എന്നുള്ള വിശ്വാസത്താൽ അവൻ അമലുകൾ ചെയ്യുന്നവനായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവനെ അമലുകൾ ചെയ്യുകയുള്ളൂ. ഒരാൾക്ക് ഈമാനിൽ എത്രത്തോളം കുറവുണ്ടാകുന്നോ അപ്പോഴാണ് അവൻ്റെ അമൽ സാലിഹാത്ത് കുറഞ്ഞു പോകുന്നത്. പരലോകത്തെക്കുറിച്ച് നല്ല ചിന്തയുണ്ടാകുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, അല്ലെ? നമ്മളൊരു സുന്നത്ത് നിസ്കാരം മടി വരുന്ന സമയത്ത് പരലോക ചിന്ത ഉള്ളവൻ ഈ 2 റക്അത്തായിരിക്കും ചിലപ്പോൾ നാളെ ഞാൻ രക്ഷപ്പെടുക, നാളെ എനിക്ക് രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഈ 2 റക്അത്തായിരിക്കും, മടി ഉണ്ടാകാൻ പാടില്ല, വേഗം നിസ്കരിക്കണം എന്നാണ് ചിന്ത വരുന്നത്. ഇത് പരലോക ബോധം ഉണ്ടാക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നവൻ സ്വർഗത്തെ സത്യപ്പെടുത്തിയവനാണ്. അതിന് അടിസ്ഥാനപരമായ സത്യപ്പെടുത്തലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചുകൊണ്ട്, തൗഹീദ് അംഗീകരിച്ചുകൊണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പൂർത്തീകരണങ്ങളുണ്ട്, അതിന് പുറമേയുള്ള സുന്നത്തായ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അതേപോലെ വേറെ ചിലർ പറഞ്ഞു അൽ ഹുസ്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽ ഖല്ലത്തുൽ ഹുസ്ന, ഏറ്റവും നല്ല ഒരു കർമ്മം എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹു നമുക്ക് പകരം തരും എന്നുള്ള വിശ്വാസമാണ്. അതിനെ അവൻ സത്യപ്പെടുത്തുകയാണ്. കാരണം തൊട്ടു മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫഅമ്മാ മൻ അഅത വത്തഖ എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു പകരം നൽകും എന്ന കാര്യത്തെ അവൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ അവന്റെ കൊടുക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും, അവന് പേടിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം അവൻ എന്ത് ചെയ്യാണ്? ഉറപ്പുണ്ട്. കൊടുക്കുന്ന സമയത്ത് അള്ളാഹു പകരം നൽകും എന്നുള്ള ഉറപ്പോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്നാണ് അർത്ഥം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി റഹിമഹുല്ലാഹ് പറയുന്നു വകുല്ലു ഹാദിഹിൽ മആനി സഹീഹ, ഇതെല്ലാം ശരിയായ അർത്ഥമാണ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, കാരണം തൗഹീദിനെ സത്യപ്പെടുത്തുക എന്നാണ്. ഇത് സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, പരലോകമുണ്ടെന്ന് സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെലവഴിക്കുന്നതിന് പകരം നൽകും എന്ന് പറഞ്ഞാൽ അതെല്ലാം ശരിയാണ്, അല്ലെ? നമ്മൾ തഫ്സീറിന് പറഞ്ഞു, ചില തഫ്സീറുകൾ അത് 2-3 അർത്ഥത്തിലുള്ള തഫ്സീർ വന്നാൽ ഒന്നും പരസ്പര വൈരുദ്ധ്യമല്ലെങ്കിൽ അതെല്ലാം അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് തന്നെയാണ്. വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയവൻ, സ്വർഗത്തെ സത്യപ്പെടുത്തിയവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെലവഴിച്ചാൽ പകരം നൽകും എന്ന് സത്യപ്പെടുത്തിയവൻ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള അവകാശങ്ങളെല്ലാം വീട്ടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കാര്യമാണ് ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെന്ത് ചെയ്യും? സൗകര്യപ്പെടുത്തി കൊടുക്കും. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലിൽ യുസ്ര എന്ന് പറയുന്നത് ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും. അള്ളാഹു തആല പറഞ്ഞതുപോലെ വമയ്യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആര് സൂക്ഷിക്കുന്നുവോ, തഖ്വ പാലിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു തആല അവന് ദുനിയാവിൽ പോംവഴി ഉണ്ടാക്കി കൊടുക്കും. ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് നൽകുന്ന വലിയ തുറവിയാണ്. അവർക്ക് എങ്ങനെയാണ് പല പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമുണ്ടാകുന്നത്? കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയെ എല്ലാ കാലത്തും ഓർക്കുന്നവരായിരുന്നു, എല്ലാ കാലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എന്ത് ചെയ്യുന്നുണ്ട്? തഖ്വയോടുകൂടി പാലിക്കുന്നവരായിരുന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നൽകാത്ത കാലത്തൊക്കെ അവൻ അള്ളാഹിനെ നന്നായി മറന്നിട്ടില്ല, ഇബാദത്ത് ചെയ്തിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മറക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്തിരുന്നു. എങ്കിൽ ഞെരുക്കമുണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് വമയ്യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, ആ ഞെരുക്കമുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു പോം വഴി നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? വളരെ എളുപ്പം നൽകും എന്നാണ് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു അൽ യുസ്ര എന്ന് പറഞ്ഞാൽ അൽ ജന്ന, സ്വർഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അഥവാ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തആല സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ മജ്ലിസിലേക്ക് ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, ഒരു മജ്ലിസിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി
എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകുകയാണ്. ഇവിടെ മുകളിൽ പറഞ്ഞ ഈ ഹക്കുകളെല്ലാം പാലിക്കുന്ന ഒരാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി നൽകുകയാണ്. കാരണം സഹോദരങ്ങളെ, അല്ലാഹു തആല അവിടെ തൂക്കുന്നത് മിസ്കാല ദർറത്താണ്. ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്രയും തൂക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ മിസ്കാല ദർറത്ത് തൂക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നിസ്സാരമാണ് എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു പുഞ്ചിരിയായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് ഒരു സദഖയായി തൂങ്ങാൻ മതിയാകുന്നത്. ഒരു പുഞ്ചിരിയായിരിക്കും അല്ലെ? കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും സദഖയാണ്. വലൗ തൽഖ അഹാക ബിതൽഖിൻ വജ്ഹ്, നീ നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി അഭിമുഖീകരിക്കുന്നത് പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സദഖയാണെന്നാണ് പറഞ്ഞത്. അത് അവിടെ തൂക്കുന്നതാണ്, അവിടെ കിലോ കണക്കിനോ അതല്ലെങ്കിൽ ഗ്രാം കണക്കിനോ അല്ല. മിസ്കാല ദർറ, നമുക്ക് ഭൂമിയിൽ അത് തൂക്കിയാൽ സാധിക്കുകയില്ല. ഒരു ഉറുമ്പിന്റെ കാലെടുത്തുകൊണ്ട് തൂക്കിയാൽ അത് തൂക്കാനുള്ള ഒരു മാർഗവും നമുക്കില്ല, നിലവിലില്ല. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല അത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്ന കാര്യം പോലും അവിടെ തൂക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം സൂക്ഷ്മത കാണിക്കുന്നുവോ അത്രയും ഫസൻ യസ്റുഹു ലിൽ യുസ്ര, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അള്ളാഹു തആല അത് ഒരുക്കി നൽകുകയാണ് എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞു. ഫമൻ കാന ഹരീസൻ അലാ ഇഅ്താഇൽ ഹുഖൂഖ്, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഹക്കുകളെല്ലാം നന്നായി ഹൽക്കുന്നു, അതിൽ നന്നായി പരിശ്രമിക്കുന്നു, അതിൽ അതീവ തൽപരനാകുന്നു, അതുപോലെ തന്നെ അലിം അല്ലാഹു മിൻഹു അന്നഹു മുജ്തഹിദുൻ ഫീ ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലായി അവൻ അതിന് പരിശ്രമിക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലായാൽ വകാന മുഅ്മിനൻ ബില്ലാഹ്, അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, മുഖ്ലിസൻ ലില്ലാഹ്, ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, മുത്തബിഅൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്തസിബൻ മാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കലുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് റസൂൽ താൻ എല്ലാ കാര്യത്തിലും പിൻപറ്റുന്നവനാണെങ്കിൽ ഫഇന്നല്ലാഹ യുയസ്സിറുഹു ലികുല്ലി യുസ്ര, അല്ലാഹു തആല എല്ലാ എളുപ്പവും അവന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവന് എളുപ്പമുണ്ടാകും. അത് പണ്ഡിതന്മാർ പറയുന്നത് അത് ചിലപ്പോൾ സബർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും. അള്ളാഹിനെ നന്നായി സൂക്ഷിച്ച് ദീൻ്റെ കാര്യത്തിലൊക്കെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ വലിയ മുസീബത്തുകളൊക്കെ വരുന്ന സമയത്ത്, ദീൻ്റെ കാര്യത്തിൽ ആഴത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാർ എന്ന് മാത്രമല്ല, പക്ഷെ അള്ളാഹു തആലയെ കുറിച്ച് ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കിയും അള്ളാഹുവിൻ്റെ ഖലാ ഖദറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനും അള്ളാഹിനെ കുറിച്ച് ശരിക്കും ധാരണ ഇല്ലാത്തൊരുവനും ഒരുപോലെ ആയിരിക്കില്ല. അള്ളാഹിനെ കുറിച്ച് ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി ചിലപ്പോൾ സബറായിരിക്കും നൽകുക. സബർ എന്ന് പറയുന്ന വലിയ അള്ളാഹു തആല ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം സബറാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ഫിത്ന വരുന്ന സമയത്ത്, ഒരു മുസീബത്ത് വരുന്ന സമയത്ത് ക്ഷമയോടുകൂടി അതിനെ എന്ത് ചെയ്യും? അതിനെ അഭിമുഖീകരിക്കും. ഭയങ്കര മുസീബത്തായിരിക്കും, ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മുസീബത്ത് ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടായേക്കാം, ചിലപ്പോൾ ശരീരത്തിൽ ഉണ്ടായേക്കാം, ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങളുടെ വിഷയത്തിൽ അഥവാ സമ്പത്തിൽ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചുകൊണ്ടുണ്ടായേക്കാം, ഇതൊക്കെ ഉണ്ടായേക്കാം. ഈ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് സബർ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും. സബർ എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു നിഅമത്താണ്, അതവന് വലിയ എളുപ്പമായി തീരും. അപ്പം ആ സബർ ഒരാൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ, നന്നായി ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യം ഒരാൾക്ക് നൽകിയിട്ട് ഒരു ഹറാം മുന്നിൽ കണ്ടാലും അവന് മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു വെക്കാൻ പറ്റും. അവൻ സബറിൽപ്പെട്ട അതാണ്. പ്രയാസങ്ങൾ സഹിക്കുക എന്നുള്ളതാണ് പൊതുവെ സബറിനെ കുറിച്ച് മനസ്സിലാക്കാറുള്ളത്. പക്ഷേ അതേപോലെ തന്നെയാണ് നമുക്കൊരു നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് മനസ്സിനെ സബറോടുകൂടി പിടിച്ചു വെക്കുക എന്നത്. സബർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ ഹബ്സ് എന്നാണ് വാക്കിനർത്ഥം, അത് പിടിച്ചു വെക്കുക എന്നാണ്. അപ്പം അങ്ങനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് സഹോദരങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു തആല ഇങ്ങനെയുള്ള തഖ്വയുടെ ഓരോ ഹസ്ലത്തുകൾ, അതിനുള്ള ഓരോ മാർഗങ്ങൾ, അതിൻ്റെ ഓരോ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് ചെയ്യുക. അപ്പം അതിനുവേണ്ടി സഹോദരങ്ങളെ നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ ചിന്തിച്ചേക്കും ഇങ്ങനെ തഖ്വ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കും, ചില കാഫിരീങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർക്ക് ഭയങ്കര എളുപ്പമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവർ നല്ല ആരോഗ്യവാന്മാരാണ്, ഭയങ്കര ആരോഗ്യമൊക്കെ നോക്കി അങ്ങനെ നടക്കുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായ നല്ല പുരോഗതികൾ വലിയ നിലക്കൊക്കെ അവർ ജീവിക്കുന്നുണ്ട്, അവർ പുറമേക്ക് വലിയ സന്തോഷത്തിലും മറ്റുമൊക്കെ ഫാമിലി ലൈഫും അങ്ങനെ സോഷ്യൽ ലൈഫും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ഹാഫിരീങ്ങൾക്കും അത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിവിടെ തഖ്വ പാലിക്കുന്നവർക്ക് മാത്രം ഫസൻ യസ്റുഹു ലിൽ യുസ്ര എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ പിശാച് അങ്ങനെ തോന്നിപ്പിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാഫിറുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര തന്നെ ബാഹ്യമായി സന്തോഷമുള്ളവരായി കാണിച്ചാലും ശരി, ഇനി അതല്ലെങ്കിൽ അവരുടെ സന്തോഷം അവരുടെ ശരീരത്തിന് ആസ്വദിച്ചാലും ശരി,
അവരുടെ റൂഹിന് അത് ലഭിക്കുകയില്ല, അവരുടെ ഹൃദയത്തിന് അത് ലഭിക്കുകയില്ല. ഹൃദയത്തിൽ എപ്പോഴും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഹൃദയത്തിനുള്ള മരുന്നൊന്നും, ഹൃദയത്തിന് ആസ്വാദികരമാകുന്ന കാര്യങ്ങളൊന്നും സഹോദരങ്ങളെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല എന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറഞ്ഞ കാലത്തേക്ക് ഇങ്ങനെ വിട്ടേക്കുകയാണ്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിദ്രാജ് കൊടുത്തിരിക്കുകയാണ്. അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സമയത്തും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയാണ്? അവർക്ക് ഇങ്ങനെ മുന്നേറാൻ സാധിക്കുകയാണ്. പക്ഷേ വഉംലി ലഹും ഇന്ന കൈദി മതീൻ, അവർക്ക് ഇട നൽകിയതാണ് അള്ളാഹു തആല, പിന്നീട് അവനെ പിടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലയുംലി ലിസ്സാലിം, ഒരു ളാലിമിനെ അള്ളാഹു തആല ഇങ്ങനെ അഴിച്ചു വിട്ടേക്കും. ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അള്ളാഹു പിന്നെ ഒരു പിടി പിടിച്ചാൽ അവന് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് പക്ഷെ അവൻ്റെ മരണമായിരിക്കും. അത് ഒരു മുവഹിദായ ഒരു തെമ്മാടിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്നും പിടിക്കുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ ആ നിലക്ക് പോകുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ അള്ളാഹിനെ അനുസരിക്കാതെ ജീവിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് നൽകുന്നുണ്ടല്ലോ എന്നൊരു പക്ഷേ ആളുകൾ ചിന്തിച്ചേക്കും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇട നൽകുന്നതാണ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം പിടിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യായിരിക്കും? അവന് പിന്നീട് രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും അത് വരിക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്നത്, കാഫറുകൾ ഈ കാണിക്കുന്ന പുറമേയുള്ള അവരുടെ ആസ്വാദനങ്ങളൊന്നും യഥാർത്ഥ ആസ്വാദനങ്ങളല്ല. അതേപോലെ തന്നെ അവരുടെ ഹൃദയത്തിന്, റൂഹിന് വേണ്ട രൂപത്തിലുള്ള സന്തോഷം ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, നിങ്ങൾക്ക് അറിയുന്ന ആളാണ്, സഹീഹ് ബുഖാരിയുടെ വിശുദ്ധമായ വളരെ പ്രസിദ്ധമായ ഷർഹ് എഴുതിയിട്ടുള്ള ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഈജിപ്തിൽ മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ് റഹിമഹുല്ലാ. അദ്ദേഹം അവിടുത്തെ ഖാളിയാണ്, അവിടുത്തെ വലിയ ജഡ്ജായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വലിയ ആർഭാടപരമായ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന വലിയ രഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. സ്വാഭാവികമായിട്ടൊരു ഇന്നത്തെ പോലെയല്ല, വലിയൊരു ഖാദിയൊക്കെ ആകുന്ന സമയത്ത് ഏറ്റവും വലിയ ആദരവ് അവിടെ നൽകപ്പെടും, മുസ്ലിം ഭരണാധികാരിയായിരുന്ന മുസ്ലിം രാജ്യമാകുന്ന സമയത്ത്. അപ്പം അദ്ദേഹം ആ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് ഒരു ഒരു യഹൂദി, ആ യഹൂദി വണ്ണയും മറ്റുമൊക്കെ വിറ്റ് ജീവിക്കുന്നവരാണ്. അത് വളരെ ഒരു ചെറിയൊരു ബിസിനസ്സാണ് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു യഹൂദിയെ കാണുകയുണ്ടായി. അപ്പോൾ ഈ വ്യക്തിയെ ഇങ്ങനെ കണ്ട സമയത്ത് ആ വ്യക്തി ഇദ്ദേഹത്തിലേക്ക് നോക്കുകയും എന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുള്ളയോട് പറഞ്ഞു, ഇന്ന നബിയക്കും യഖൂൽ അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. നിങ്ങളെ നബി പറയുന്നുണ്ടല്ലോ, അല്ല പൊതുവെ യഹൂദികൾക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയുന്നവരാണ്, നിങ്ങളെ നബി പറയുന്നുണ്ടല്ലോ ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് ജയിലും കാഫറുകൾക്ക് സ്വർഗവുമാണെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? എൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ വലിയ വലിപ്പമുള്ള വാഹനത്തിലും മറ്റുമൊക്കെയാണ് പോകുന്നത്, വലിയ വസ്ത്രവും നല്ല ഇതൊക്കെ ഉണ്ട്. ഞാൻ ഈ വണ്ണൊക്കെ വിറ്റ് ശരീരമൊക്കെ ആകെ പൊടി പിടിച്ച് അങ്ങനെ ദരിദ്രനായി ജീവിക്കുക. ഞാനല്ലേ കാഫർ, അപ്പം എനിക്കിത് സ്വർഗ്ഗമാണെന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് നരകവും, ഇത് തിരിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അനഫി സിജ്ൻ ബിന്നിസ്ബത്തി ലിമാ അദ്ദല്ലാഹു ലിൽ മുഅ്മിനീന മിനസ് സവാബി വന്നഈം. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വർഗത്ത് ഒരുക്കി വെച്ച സുഖാനുഭൂതിയുടെ ലോകങ്ങളെക്കുറിച്ച് തട്ടിച്ചു വെക്കുമ്പോൾ ഞാനിപ്പോൾ ജയിലിൽ തന്നെ. എനിക്ക് ഈ കിട്ടുന്ന വലിയ വാഹനമാകട്ടെ, ഞാൻ ഈ ധരിച്ചിട്ടുള്ള നല്ല വസ്ത്രമാകട്ടെ, അതെല്ലാം അത് ഇവിടെ പരലോകത്തെ തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഒന്നുമല്ല. അന്ന ദുനിയ ബിന്നിസ്ബത്തി ലിൽ ആഖിറ ലൈസ ബിശൈ. കാരണം ദുനിയാവ് ആഖിറത്തിനെ കൊണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. കാരണം ഇവിടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇവിടെ ലോകത്തുള്ള സകല സുഖലോലുപതയിൽ ജീവിച്ചൊരു വ്യക്തിയെ നരകത്തിൻ്റെ വെള്ളത്തിലേക്ക് ഒരു പ്രാവശ്യം മുക്കിയെടുക്കുന്ന സമയത്ത് അവൻ പിന്നെ പറഞ്ഞു, ഞാൻ ദുനിയാവിലൊന്നും ആസ്വദിച്ചിട്ടില്ല എന്നാണ്. ദുനിയാവെല്ലാം ആസ്വദിച്ചൊരു വ്യക്തിയുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ദുനിയാവിൽ അല്പം ഒരു സുഖസൗകര്യത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ഇതെനിക്ക് ജയിൽ തന്നെയാണ്, എനിക്ക് ഇത്രേ ഇവിടെ ഉള്ളൂ. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിനക്ക് നാളെ നീ കാഫിറായി മരിക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് വലിയ തീയാണ്, വലിയ നരകമാണ് കാത്തിരിക്കുന്നത്. ആ നരകത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നിനക്കുണ്ടാവുന്ന അവസ്ഥ നീ ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചു നോക്കിയാൽ നിനക്കിപ്പോൾ ഈ ദാരിദ്ര്യത്തിലൂടെ ഭൂമിയിൽ ജീവിച്ചാൽ നിന്റെ സ്വർഗം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ ആ നിലക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുക, അതിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ ചില ആളുകളൊക്കെ ചിന്തിച്ചേക്കും, എന്താണ് കാഫിറുകൾക്ക് ആ നിലക്കുള്ള ആസ്വാദനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണുമ്പോൾ പലരും അങ്ങനെ ചിന്തിക്കുകയാണ്. നമുക്കില്ലാത്ത രൂപത്തിൽ ആസ്വാദനങ്ങൾ മറ്റുമൊക്കെയാണല്ലോ അവരിങ്ങനെ പങ്കുവെക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിലൊന്നും നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് അല്ലാഹു തആല ഖൽബിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുമൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര എന്നാണ് പറഞ്ഞത്. വഅമ്മാ മൻ ബഖില,
എന്നാൽ ആരാണോ പിശുക്ക് കാണിച്ചത്, വസ്തഗ്ന സ്വയം പര്യാപ്ത നടിക്കുകയും ചെയ്തത്, വകദ്ദബ ബിൽ ഹുസ്ന ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നത്, ഫസയസ്റുഹു ലിൽ ഉസ്ര അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നതാണ്, അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അമ്മാമൻ ബഖീല പിശുക്ക് കാട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ പറഞ്ഞത് അമ്മാമൻ അഅതാ എന്നാണ് പറഞ്ഞത്. അഥവാ അള്ളാഹുവിൻ്റെ എല്ലാ ഹക്കുകളും കടമകളും അവൻ പാലിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പിശുക്ക് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമാണ്. ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വീട്ടേണ്ട വാജിബുകളൊന്നും തന്നെ തീരെ വീട്ടുകയില്ല, അതല്ലെങ്കിൽ അതിലൊരുപാട് കുറവുകൾ അവൻ വരുത്തുന്നവനായിരിക്കും, അതിൽ പിശുക്കുകൾ കാണിക്കും. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട സമ്പത്ത്. ഒന്നുകിൽ അവനത് പൂർണ്ണമായി പിടിച്ചു വെക്കും, കൊടുക്കുകയില്ല, അതല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തും, പൂർണ്ണമായി കൊടുക്കുകയില്ല. സക്കാത്താകട്ടെ, അതേപോലെ അവന് ചുറ്റും പാവങ്ങളുണ്ടാകും, പക്ഷെ അതിന് വേണ്ട രൂപത്തിൽ സഹായിക്കുകയില്ല, കൊടുക്കുകയില്ല. ആ രൂപത്തിൽ പിശുക്ക് കാണിക്കുന്നവനാണ് അമ്മാമൻ ബഖീല. അതേപോലെ തന്നെയാണ് മറ്റു ഹുക്കൂക്കുകളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവനാണ്. അവർക്ക് വേണ്ട രൂപത്തിൽ ചെലവിന് കൊടുക്കുകയില്ല, അതല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ സ്വഭാവത്തിൽ. പിശുക്ക് എന്ന് പറയുന്നത് അത് അൽമാലിൽ ഫിൽമാലിൽ മാത്രമല്ല, സമ്പത്തിൽ മാത്രമല്ല, സ്വഭാവത്തിൽ പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്താണ്? സ്വഭാവത്തിൽ പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പുഞ്ചിരിയുടെ കാര്യമൊക്കെ അവിടെ പെടുന്ന, നമുക്ക് വളരെ എളുപ്പമായിട്ട് നൽകാൻ പറ്റുന്ന ഒരു പണച്ചെലവില്ലാതെ നൽകാൻ പറ്റുന്ന കാര്യമാണത്. ഒരാളോട് നല്ല വാക്ക് പറയുക, നമുക്ക് എന്തില്ല, അതിന് വലിയ ചിലവുള്ള കാര്യമല്ല, പക്ഷെ അത് പറയുകയില്ല. ആളുകളോട് കണ്ടാൽ നല്ല വാക്ക് പറയുകയില്ല, മാതാപിതാക്കളോട് സന്തോഷിപ്പിക്കുന്ന കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുകയില്ല. ആ നിലക്കുള്ള പിശുക്കുകളെല്ലാം ഒരാൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പിശുക്ക് ഒരാൾക്കുണ്ട്. അതേപോലെ തന്നെ വസ്തഗ്ന അവൻ എന്ത് ചെയ്യാണ്? സ്വയം പര്യാപ്ത നടിക്കുകയാണ്. അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് അവൻ്റെ ചിന്ത. അഥവാ അല്ലാഹു തആലയൊന്നും എനിക്ക് ആവശ്യമൊന്നുമില്ല. അവൻ ഒന്നുകിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞു, ഈ പറയുന്ന സമ്പത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടു, എൻ്റെ ബുദ്ധി, എൻ്റെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം, ഇതിലൊക്കെയാണ് ഞാൻ സമ്പത്തുണ്ടാക്കിയത്, അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ സഹോദരങ്ങൾ ഇന്നും ഉണ്ട്. മുസ്ലിം പേരുകളിലുള്ള യഥാർത്ഥത്തിൽ കാഫിറുകളായിട്ടുള്ള ആളുകളെ ഇന്നും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരോട് എന്തെങ്കിലുമൊക്കെ സമ്പത്തൊക്കെ ചോദിക്കാൻ പോയ ആളുകൾ അവർ പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിലാവുന്ന എന്നോട് പറയാൻ നിൽക്കണ്ട, ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും, അല്ലാതെ അയാളുടെ സ്വർഗം തരും അല്ലെങ്കിൽ ആ നിലക്ക് തരും, ഇതൊന്നും എന്നോട് പറയാൻ നിൽക്കേണ്ടത്, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഒരു വിശ്വാസവുമില്ലാതെ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം നൽകിയത്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നൽകേണ്ടത്, ഇതെനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നൽകുന്നത് എന്ന ചിന്ത ഒന്നുമില്ലാതെ ഇസ്തിഗ്നാ നടിക്കുന്ന, സ്വയം പര്യാപ്തത നടിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ വിഭാഗമായിട്ട് പറയുന്നത്. അവൻ്റെ മറ്റൊരു ഗുണമാണ്, മറ്റൊരു വിശേഷണമാണ് വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും ഹുസ്നയായ ഏറ്റവും നല്ലതിനെ അവൻ നിഷേധിച്ചു തള്ളുന്നു എന്നാണ്. എന്താണ് അവിടെ ഏറ്റവും ഹുസ്ന? ഇവിടെ പറഞ്ഞ ഹുസ്ന നേരത്തെ പറഞ്ഞ ഹുസ്ന തന്നെയാണ്. നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്വർഗമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ നിഷേധിച്ച് തള്ളിയ ആളുകളുണ്ടാകും. സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതിന് നിഷേധിച്ച് തള്ളിയ ആളുകളുണ്ടാകും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്ത് ചെലവഴിക്കുന്നതിന് പകരം നൽകും എന്ന കാര്യം വിശ്വാസമില്ലാത്ത ആളുകളുണ്ടാകും. അഥവാ അവൻ്റെ കൽബുകൊണ്ട് അതിനെ നിഷേധിച്ചിരിക്കുകയാണ്, ഇതൊന്നും കൊടുത്താൽ കിട്ടൂല, അവൻ്റെ കൽബിൽ അങ്ങനെയാണ് ചിന്ത, ഇതൊന്നും കൊടുത്താൽ കിട്ടും, നഷ്ട കച്ചവടമാണ് ഇതൊന്നും കൊടുക്കുന്നത് എന്ന ചിന്ത, പൈശാചികമായ പ്രേരണ കാരണത്താൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെച്ച ആളുകളായിരിക്കും. അവരെ കുറിച്ചിട്ടൊക്കെ പറയുന്ന കാര്യമാണ് വകദ്ദബ ബിൽ ഹുസ്ന. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, പരലോകത്തെ നിഷേധിക്കുന്ന, തൗഹീദിനെ നിഷേധിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുമെന്ന് പറഞ്ഞ വാഗ്ദാനത്തെ നിഷേധിക്കുന്ന ആളുകൾ ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവൻ ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവന് എന്തായിരിക്കും? ബി അയ്യകൂന മുയസ്സറൻ ലിശ്ശർരി ഐനമാ കാൻ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എവിടെയായാലും അല്ലാഹു തആല ഒരുപക്ഷെ തിന്മകൾ ചെയ്യാൻ അവൻ എളുപ്പം നൽകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അവൻ എവിടെയും തിന്മകൾ ചെയ്യാൻ സാധിക്കും. അത് അല്ലാഹു തആലയുടെ പരീക്ഷണമാണ്. എവിടെ പോയാലും അവൻ തിന്മ ചെയ്യാൻ പറ്റും. അവൻ ഒരാളെയും പേടിക്കേണ്ടതില്ല. എവിടെ പോയാലും ഏത് നാട്ടിലെത്തിയാലും തിന്മകൾ അവൻ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവൻ വിചാരിക്കുന്നത് ഇവൻ്റെ എന്തോ ഒരു കഴിവാണ്, ബാക്കി ആർക്കും ചെയ്യാൻ പറ്റാത്തതായ തിന്മകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു കഴിവാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം. നിനക്ക് തിന്മകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത് അല്ലാഹു തആല നിന്നെ പരീക്ഷിക്കുന്നതാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അത് ആർക്കാണ് അല്ലാഹു തആല അങ്ങനെയുള്ള പരീക്ഷണം നൽകുന്നത്? അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, റബ്ബ് സുബ്ഹാനഹു വ തആല തൗഹീദ് നിഷേധിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ രൂപത്തിൽ പിടിച്ചു വെക്കുന്ന ആളുകൾ, ഇവർക്ക് തിന്മകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുകയാണ് എന്നാണ് പറയുന്നത്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരലോകത്തെ, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അത് തിരിച്ചു കിട്ടും എന്നെല്ലാമുള്ള കാര്യത്തെ ആരാണോ നിഷേധിച്ച് തള്ളുന്നത്,
അവനൊരു പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഏറ്റവും ഞെരുക്കമുള്ളതിലേക്കാണ് അള്ളാഹു താല പിന്നീട് അവന് വഴി നടത്തി കൊടുക്കുക. അപ്പോൾ ദുനിയാവിൽ അവൻ ഞെരുക്കമുണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഞെരുക്കമുള്ള കാര്യമാണ് നരകത്തിലേക്ക് എത്തിക്കുന്നതായ കാര്യങ്ങൾ. അതാണ് ഏറ്റവും ഞെരുക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ നരകത്തിലേക്ക് എത്തുന്നതായ കാര്യങ്ങളായിരിക്കുമ്പോൾ പിന്നീട് അവനുണ്ടാവുക, അവൻ എളുപ്പമായി തീരുക. അതായിരിക്കും അവന് കൂടുതൽ എളുപ്പം. സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവൻ സാധിക്കുകയില്ല. ചില ആളുകളുടെ പരീക്ഷണത്തിൽപ്പെട്ടാൽ സഹോദരങ്ങൾ, അവർക്ക് ലഭിക്കുന്ന പരീക്ഷണങ്ങൾ ഏറ്റവും കടുത്ത പരീക്ഷണം അതാണ്. അവൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഒരാൾ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അതൊരാൾക്ക് ലഭിച്ചാൽ അവന് ഹറാമുകൾ ചെയ്യാനായിരിക്കും എളുപ്പം, അവന് ഹലാലുകൾ ചെയ്യാൻ അത് പ്രയാസമായിരിക്കും. യഥാർത്ഥത്തിൽ ഹലാലുകളാണ് എളുപ്പം, ഹറാമുകൾ അത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അവൻ നേരെ തിരിച്ചായിരിക്കും അവനുണ്ടാവുക എന്നാണ് പറയുന്നത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവൻ്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല എന്നാണ്. അഥവാ അവൻ നരകത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന സമയത്ത് അവൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പത്തൊന്നും അവിടെ അവന് പ്രയോജനപ്പെടുകയില്ല എന്നാണ്. മനുഷ്യൻ ഒരുപാട് ധനം ഉണ്ടാക്കി വെക്കുന്നുണ്ട്, കോടിക്കണക്കിന് ആസ്തി ആളുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ ഹക്കുകളൊന്നും അതുകൊണ്ട് അവൻ പാലിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന സമ്പത്ത് നാളെ അവന് നരകത്തിലേക്ക് പതിക്കുന്ന സമയത്ത് അവൻ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്ത്, ഇവന്റെ സമ്പത്തെന്നല്ല, ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും അപ്പോൾ അവന് പകരം നൽകാം, ഇതിന് പകരം ഞാൻ നൽകിയേക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒരു വേള ഈ ഭൂമിയിൽ അവൻ ഇതിൽ നിന്ന് ഒരല്പം നൽകിയിരുന്നെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചേനെ. പക്ഷേ അവിടെ അവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല. നിർബന്ധമായ അവൻ്റെ ദാനം അവൻ ചെലവഴിച്ചിട്ടില്ല. അതിനു പുറമെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന ഏറ്റവും വലിയ എളുപ്പമായ അവസരം അവൻ പാഴാക്കി കളഞ്ഞു. നാളെ പരലോകത്ത് വെച്ച് അവൻ നരകത്തിലേക്ക് തറദ്ദ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം അതാണ്, ഹലക വസഖത ഫി ജഹന്നം, നരകത്തിൽ അവൻ നാശമടഞ്ഞ് അവൻ മറിഞ്ഞു വീഴുന്ന വേളയിൽ വമാ യുഗ്നി അൻഹു മാലുഹു, അവൻ സമ്പത്ത് അവന് ഉപയോഗപ്പെടുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന അലൈനാ ലൽ ഹുദ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല. ഇന്ന അലൈനാ ലൽ ഹുദ, തീർച്ചയായും ഹിദായത്ത് എന്ന് പറയുന്നത്, ഹുദ എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു തആലയുടെ ബാധ്യതയാണ് ആളുകൾക്ക് ഹിദായത്ത് എത്തിക്കുക എന്ന് പറയുന്നത്. ഹിദായത്ത് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഹിദായത്തു തൗഫീഖാണ്, രണ്ട് ഹിദായത്തുൽ ഇർഷാദാണ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹക്കും ബാത്തിനും വേർതിരിച്ച് മുന്നിൽ മനസ്സിലാക്കിയാലും അത് സ്വീകരിക്കാനുള്ള അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒരാൾക്ക് ലഭിക്കുന്നതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു തആല പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരെയൊന്നും നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഹിദായത്തിലേക്ക് ആക്കാൻ സാധിക്കുകയില്ല. അഥവാ അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ അയാളുടെ ഖൽബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ മാത്രം പോന്നതായിരുന്നില്ല, അതിനേക്കാൾ മോശമായിരുന്നു. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തിന്റെ തൗഫീഖ് കൊടുത്തിട്ടില്ല, ഹിദായത്തുള്ള തൗഫീഖ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറയുന്നത് അത് ഹക്കും ബാത്തിനും വേർതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന മാർഗങ്ങളാണ്. അല്ലാഹു നേർക്ക് തന്നെ ഒരാൾക്ക് ചിലപ്പോൾ ഹക്ക് മനസ്സിലാക്കാൻ അവസരം നൽകിയേക്കാം. അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ, അമ്പിയാക്കളിലൂടെ, അവർ ഒട്ടേച്ചു പോയിട്ടുള്ള തെളിവുകളിലൂടെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ അത് സാധിക്കുന്നതാണ് എന്നാണ്. അല്ലാഹു തആല പറയുന്നത് ഇന്ന അലൈനാ ലൽ ഹുദ, ഇത് നമ്മൾ വളരെ പേടിപ്പിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആലയുടെ കാര്യത്തിലാണ്, അല്ലാഹു തആലയുടെ കയ്യിലാണ് എല്ലാ ഹിദായത്തും ഉള്ളത്. റബ്ബിനോടാണ് നമ്മൾ ഹിദായത്ത് ചോദിക്കേണ്ടത്. അതാണ് നമ്മൾ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് വഴി നടത്തണമേ എന്നാണ്. എല്ലാ നിലക്കുള്ള ഹിദായത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ മാത്രമാണ്, അവനോടാണ് ഹിദായത്ത് ചോദിക്കേണ്ടത്. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹിദായത്തിൽ നമ്മെ തെറ്റിക്കാനും സാധിക്കും. അപ്പം ആ പേടിയോടുകൂടി റബ്ബിലേക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, റബ്ബിലേക്ക് മുന്നിട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ നിലവിലുള്ള ഹിദായത്തിൽ ഒരിക്കലും വഞ്ചിതരായിക്കൊണ്ട് ഇനി എന്നും ഈ ഹിദായത്ത് ലഭിക്കും എന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വഞ്ചിതരായിക്കൊണ്ട് വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് എപ്പോഴും ആ പേടി ഉണ്ടായിരിക്കണം. ഒരു മുഅ്മിൻ അങ്ങനെ തന്നെയാണ്. ഇന്ന അലൈന ലൽ ഹുദ, തീർച്ചയായും ഈ ഹിദായത്ത് നമ്മുടെ കയ്യിലാണ്. അതേപോലെ തന്നെ ഭൗതികമായ ദുന്യവിയായ കാര്യങ്ങളും എന്താണ്, ഹക്കും ബാത്തിലും ദുനിയാവിലും ഉണ്ടാവും. പല കാര്യങ്ങൾക്ക് ഹക്കും ബാത്തിലും, ശരിയുടെ മാർഗം ഉണ്ടാവും, തെറ്റായ മാർഗം ഉണ്ടാവും. അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്. ഒരിക്കൽ ഒരു മുശ്രിക്കായ ഒരു വ്യക്തി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലമക്കും നബിയുക്കും ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജ്യങ്ങളെ കുറിച്ച് പോലും നിങ്ങളുടെ നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, അജൽ അല്ലംന ഹത്തൽ ഖിറാഅ,
അതെ, മലമൂത്ര വിസർജനം വരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഖലാഉൽ ഹാജയുടെ മലമൂത്ര വിസർജന മര്യാദകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നമുക്ക് നബിയിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. മഹാൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ലഖദ് തുവഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വമാ ത്വാഇറുൻ യഖ്ലിബു ജനാഹിഹി ഫിസ്സമാഇ ഇല്ലാ ദക്കറനാ മിൻഹു ഇൽമാ. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷി അതിന് ചിറകടിച്ച് പറക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വല്ല അറിവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അത് മനുഷ്യന് ദുനിയാവിൽ ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായി ഒരാൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആഖിറത്തിലേക്ക് എത്താനുള്ള മുഴുവൻ മാർഗങ്ങളും ഹിദായത്തിന്റെ മാർഗങ്ങളും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. ഇന്ന അലൈനാ ലൽ ഹുദ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല. തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ലോകത്തിന്റെയും മുൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ആഖിറത്തിന് ആദ്യം മുന്തിച്ചു പറഞ്ഞിരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ആധിപത്യം എല്ലാവർക്കും വെളിവാക്കുന്നത് ആഖിറത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ മാലിക്, ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം അന്നാണ് ഭൂമിയിൽ ഒരുപാട് മുലൂക്കുകളുണ്ട്, പല നാട്ടിലും ഭരണാധികാരികളുണ്ട്, രാജാക്കന്മാരുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും ഓരോ നാട്ടിനും നാട്ടുകാർക്കുമായി നേതാക്കളും ഭരണാധികാരികളും ഒക്കെ ഉണ്ടാകും. ഇവരാണ് എല്ലാം എന്ന് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൽക്കിന് മുന്നിൽ ഇവരുടെ എല്ലാം ആധിപത്യങ്ങൾ ഇല്ലാതായി തീരുന്നത് അവർക്ക് നേരെ കാണാൻ സാധിക്കും. അല്ലാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നേ ദിവസം ആധിപത്യമുള്ളത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന ഖഹാറായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആദ്യം മുന്തിച്ചു പറഞ്ഞത് എന്നാണ്. ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല, തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്, ഫഅൻദർതുകും നാറൻ തലല്ലാ, അതുകൊണ്ട് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുത്ബ പറയുന്ന സമയത്ത് 3 പ്രാവശ്യം പറഞ്ഞു, അൻദർതുകുമുൻ നാർ, അൻദർതുകുമുൻ നാർ, അൻദർതുകുമുൻ നാർ. അവിടുന്ന് അങ്ങേയറ്റം ശബ്ദം ഉച്ചത്തിലാണ് പറഞ്ഞത്. അവിടുത്തെ തട്ടം അത് താഴേക്ക് വീണുപോയി. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അത് നരകത്തെക്കുറിച്ച് പേടിക്കേണ്ടതുണ്ട്. നരകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭയപ്പെടുത്തുന്ന ഒരൊറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്. കാരണം നരകത്തെക്കുറിച്ച് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്, ഫഅൻദർതുകും നാറൻ തലല്ലാ, നാറൻ തലല്ലാ, കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. ലാ യസ്ലഹ ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ല, അവിടെ പ്രവേശിക്കുകയില്ല ഏറ്റവും ഭാഗ്യം കെട്ടവനല്ലാതെ. അല്ലദീ കദ്ദബ വതവല്ല, നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്ത ആളുകളാണ് അവിടെ പ്രവേശിക്കുക എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആരാണ് നിഷേധിച്ചു തള്ളിയവൻ? റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ നിഷേധിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ നിഷേധിക്കുന്ന ആളുകൾ, വതവല്ല, അത് പാലിക്കാതെ അത് തിരിഞ്ഞു കളഞ്ഞ ആളുകൾ, അവരാണ് ഏറ്റവും ദൗർഭാഗ്യവാന്മാരായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. വസയുജന്നബുഹൽ അത്ഖാ, എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകൾ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ്. അൽ അത്ഖാ എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു വ്യക്തി എന്ന നിലക്കല്ല. പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ സൂക്ഷ്മത പാലിച്ചാൽ അയാൾ തഖിയാകും, സൂക്ഷ്മതയുള്ളവനാകും. സൂക്ഷ്മതയുള്ളവൻ അവൻ വീണ്ടും അടുത്ത ദിവസം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ അവൻ ഒന്നുകൂടി സൂക്ഷ്മതയുള്ളവനാകും. അവൻ വീണ്ടും വീണ്ടും സൂക്ഷ്മതയിൽ തന്നെ ജീവിച്ച് സൂക്ഷ്മതയിലായി മരണപ്പെടുന്നവൻ, അവനാണ് അൽ അത്ഖാ എന്ന് പറയുന്നത്. അതല്ലാതെ ബാക്കിയുള്ള ആളുകളെക്കാളും ഉത്തമരായ ഒരാൾ എന്നല്ല. ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത് അവരാണ് അൽ അത്ഖാ. ആ സൂക്ഷ്മതയിലായി ജീവിച്ച് മരിക്കുന്നവർ അവരാണ് അൽ അത്ഖാ. അവരാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടുക, മാറ്റി നിർത്തപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവനെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നു, അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, അവൻ പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം നൽകിയവനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായതും അതുപോലെ തന്നെ ശേഷമുള്ള പുണ്യകരമായ സുന്നത്തായതുമായ ചെലവാക്കലൊക്കെ ചെലവാക്കിയിട്ട് ആ സൂക്ഷ്മത പാലിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. ധനം പിരിക്കുന്ന, സകാത്ത് പിരിക്കുന്ന ആളുകളോട് പറഞ്ഞതാണ് അവരുടെ സമ്പത്തിൽ നിന്നും സദഖ പിരിക്കുക. എന്താണ് അത് ചെയ്യുന്നത്? ആ സദഖ തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വതുസക്കീഹിം ബിഹാ, അതുകൊണ്ട് അവർക്ക് സംസ്കരിക്കുന്നുണ്ട്, അവർ സമ്പത്തിനെയും സംസ്കരിക്കുന്നുണ്ട്, അവരുടെ സ്വഭാവത്തിനെയും പിശുക്ക് പോലെയുള്ള ദുർഗുണങ്ങളിൽ നിന്ന് സംസ്കരിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അല്ലദീ യുഅ്തി മാലഹു യതസക്ക, അവൻ്റെ സമ്പത്ത് ചെലവഴിക്കുകയും അവന് പരിശുദ്ധി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുവനാണ് നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അവൻ്റെ പക്കലില്ല എന്നാണ്.
അഥവാ അവന് ഒരാൾക്കും ഒരു പ്രത്യുപകാരം നൽകാനുണ്ടാവുകയില്ല. അവനായിരിക്കും എല്ലാവർക്കും നൽകുക. അവൻ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പകരം അതിനേക്കാൾ ഏറെ നൽകിയവനായിരിക്കും. അഥവാ എല്ലാവരുടെ അടുക്കലേക്കും അവന്റെ കൈയെത്തിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരുവനാണ് എന്നാണ് പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. അതിൽ ഇജ്മാ ഉണ്ട് എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? അദ്ദേഹത്തിന്റെ സഹായം എത്താത്തതായ ഒരാളുമില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദ്ദേഹത്തിന്റെ സഹായം എത്തിയിട്ടുണ്ട്. ദീനിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് പ്രത്യുപകാരം ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് ദീനിന്റെ വിഷയങ്ങൾ മുഴുവനും എത്തിച്ചു തന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിന്റെ ബാധ്യതയുണ്ട്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലുമുള്ള എല്ലാവിധ ഭൗതികമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഇങ്ങോട്ട് ഒരാൾക്ക് പോലും അദ്ദേഹത്തിന് ഞാൻ അധികം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. അദ്ദേഹം അങ്ങനെ ആളുകൾക്ക് വേണ്ടി എല്ലാ നിലക്കും ചെലവഴിക്കുകയും എല്ലാ നിലക്കും ഉപകാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുമൊക്കെ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് അഭിപ്രായമുണ്ട്. സദ്ദഖ ബിൽ ഹുസ്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയ സദ്ദഖ എന്ന് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു എന്ന് മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, തന്റെ അത്യുന്നതനായ റബ്ബിന്റെ പ്രീതി നേടുക എന്നുള്ളതല്ലാതെ. അതേപോലെ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ എന്ന് പറയുന്ന മറ്റൊരു വ്യാഖ്യാനമായി പറഞ്ഞത് ഈ തൊട്ടടുത്തുള്ള ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഥവാ അവൻ മറ്റൊരാളിൽ നിന്നും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടല്ല സമ്പത്ത് ചെലവാക്കിയിട്ടുള്ളത്. നാളെ മറ്റൊരാൾ തരും, ഇന്ന് ഞാൻ ഇവനെ കൊടുത്താൽ ഇവനെ കൊണ്ട് നാളെ എനിക്കൊരു ഉപകാരം ഉണ്ടാകും, ആ ചിന്തയിലല്ല കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ കൊടുക്കലിന്റെ പ്രത്യേകത. കൊടുക്കുന്ന സമയത്ത് ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, ഉന്നതനായ റബ്ബിന്റെ വജ്ഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കണ്ടുമുട്ടണം, അവന്റെ വജ്ഹ് കാണണം. അതാണ് ഏറ്റവും സ്വർഗത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഏറ്റവും വലിയ സുഖാനുഭൂതി, ഏറ്റവും വലിയ അനുഗ്രഹം. അത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്. അതല്ലാത്ത ഒന്നും ഈ കൊടുക്കലിന്റെ പിന്നിലില്ല. അഥവാ ഇവനെ ഇന്ന് കൊടുത്തതിനാൽ ഇവനെ കൊണ്ടൊരു ഉപകാരം നാളെ ഉണ്ടാവും. ഇപ്പൊ കൊടുക്കുക, ഇപ്പൊ ഒന്നും പറയണ്ട, നാളെ ഇവനെ കൊണ്ടൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നാളെ അവനെ വിളിച്ചു പറയാം, ഇന്ന് തന്നത് നിനക്ക് തന്നിട്ടില്ലേ. അങ്ങനെ പ്രതീക്ഷിക്കാതെ കൊടുത്തവൻ എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ്. അഥവാ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, വീട്ടപ്പെടേണ്ടതായ, പകരം നൽകപ്പെടേണ്ടതായ, ഉപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അയാളുടെ പക്കലില്ല. അഥവാ എല്ലാം കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർളാ, വയ്യെ അവൻ തൃപ്തിപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അവർ തൃപ്തിപ്പെടുന്നത് എങ്ങനെയാണ്? പരലോകത്ത് സ്വർഗം കൊണ്ട് അവൻ തൃപ്തിപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിക്കൊണ്ട് അവൻ തൃപ്തിപ്പെടും. അവൻ ചെയ്തു കൂട്ടിയ സാലിഹായ കർമ്മങ്ങൾ അവൻ തൃപ്തിപ്പെടുത്തുന്നതാണ്. വലസൗഫ യർളാ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ തൃപ്തി ഈ ആളുകൾക്ക് ലഭിക്കും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവസാനമായി ഈ സൂറത്തിൽ വന്ന ചില ഫായിദകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാം, ഈ സൂറത്തിലുള്ള ഫായിദയിൽപ്പെട്ടതാണ് ബയാനു അന്ന അമലുൻ നാസി ഫി ദുനിയ മുഖ്തലിഫുൻ, ജനങ്ങൾക്ക് ദുനിയാവിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ഖില്ലത്തുൻ വ കസ്റ, കുറച്ച് ചെയ്യുന്നവരുണ്ട്, കൂടുതൽ ചെയ്യുന്നവരുണ്ട്. തമാമൻ വ നഖ്സ, പൂർണ്ണമാക്കി ചെയ്യുന്നവരുണ്ട്, അതിൽ ന്യൂനതകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഖൈറൻ വ ശർറ, ഖൈറും ഷർറും ചെയ്യുന്നുണ്ട്. വ അന്ന ജസാഅഹു ഫിൽ ആഖിറതി മുഖ്തലിഫുൻ ബിഖ്തിലാഫി അമാലിഹിം, അതേപോലെ പരലോകത്ത് ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലവും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ വ്യത്യസ്തമായ പ്രതിഫലമാണ്. നിസ്കരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. അതാണ് വ അന്ന സഅയകും ലശത്താ എന്ന് പറഞ്ഞത്. ചില ഉലമാക്കൾ തഫ്സീർ നമുക്ക് പറഞ്ഞത് കാണാം. നിസ്കരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭിന്നമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഒരാൾ ഒരേപോലെ നിസ്കരിച്ചാൽ ഒരാൾക്കേക്കാൾ കൂടുതൽ പ്രതിഫലം മറ്റൊരാൾക്ക് ലഭിക്കുന്നുണ്ടാകും, നമുക്കറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ആളുകൾക്ക് എന്തേ കിട്ടുള്ളൂ? ഉശ്റുഹു, ഒരാൾക്ക് 10-1 കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തുസ്ഉഹു സുമുനുഹു, 9-1, 8-1, അല്ലെങ്കിൽ നിസ്ഫ്, ഇതൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് വ്യത്യസ്തങ്ങളാണ് എന്നൊക്കെ അതിൽ അറിയിക്കുന്നുണ്ട് എന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു ഫായിദ ബയാനു അന്ന അസ്ല കുല്ലി ഖൈറിൻ ലിൽ ലിസാനി അസ്സമാഹത്തു, ദുനിയാവിലെ എല്ലാ ഖൈറും അത് സമാഹത്താണ്. സമാഹത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയ വിശാലതയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നാണ്. ദുനിയാവിൽ എല്ലാ ഖൈറും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ഷർറും ഉൾപ്പെട്ടിട്ടുള്ളത് ബഖിലാണ്. അഥവാ ബുഖൽ, പിശുക്ക് എന്ന് പറയുന്നതാണ് എല്ലാ ഷർറും അതാണ്. അത് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ മറ്റൊരു ഫായിദ അന്നൽ ആഖിറത വൽ ഊല മുൽക്കുല്ലാഹി അസ്സ വജൽ, ദുനിയാവാകട്ടെ ആഖിറത്താകട്ടെ അതിന്റെ ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. വ അന്നൽ മുഅ്തി വൽ മാനി ഹുവല്ലാഹ്, കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്, അല്ലാഹു തആല മാത്രമാണ്. ഫയുഅ്തില്ലാഹു ദുനിയ ലിമൻ യുഹിബ്ബു ഇക്റാമൻ വബ്തിലാഅൻ ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരാൾക്ക് നൽകുന്നത് അയാൾ ആദരിച്ചുകൊണ്ടാകാം,
പരീക്ഷിച്ചുകൊണ്ടാകാം. അള്ളാഹു തആല രണ്ടും കൊണ്ടാണ് നൽകുന്നത്. എന്നാൽ വലിമൻ ലാ യുഹിബ്ബു ഇസ്തിദ്റാജൻ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇസ്തിദ്റാജനാണ്, പിന്നീട് പിടികൂടുന്നതിന് വേണ്ടി നൽകുന്നതാണ്. ദുനിയാവിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇക്രാമനാവാം, ആദരവിനാകാം, അതേപോലെ പരീക്ഷണത്തിനുമാകാം. എന്നാൽ ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുത്താൽ മനസ്സിലായിക്കോ അത് അള്ളാഹു തആല ആദരവിന് നൽകിയതല്ല, അള്ളാഹു തആല വഴിയെ പിടികൂടാൻ നൽകിയതാണ്. എന്നാൽ വലാ യുഅ്തിൽ ആഖിറത ഇല്ലാ ലിമൻ യുഹിബ്, ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മറ്റൊരു ഫായിദ അദ്ദേഹം പറയുന്നു, അന്നന്നാസ ഫിദ്ദുനിയ അത്ഖിയ വ അഷ്ഖിയ, ദുനിയാവിൽ ആളുകൾ തഖ്വയുള്ളവരുണ്ട്, ദൗർഭാഗ്യവാന്മാരുണ്ട്. ദുനിയാവിൽ തഖ്വയുള്ള ആളുകളുമുണ്ട്, ദൗർഭാഗ്യവാന്മാരുണ്ട്. ഫഅത്ഖിയാഉ ദുനിയ സുഅദാഉൽ ആഖിറ, ദുനിയാവിൽ തഖ്വ പാലിച്ചവർ പരലോകത്ത് സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സഈദുകളാണ്, അഥവാ സൗഭാഗ്യവാന്മാരാണ്. അഷ്ഖിയാഉ ദുനിയ അഷ്ഖിയാഉൽ ആഖിറ, ദുനിയാവിൽ അഷ്ഖിയ ആയിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും പ്രവർത്തിക്കാത്ത, അതല്ലെങ്കിൽ ദൗർഭാഗ്യവാന്മാരെ ജീവിച്ച ആൾ പരലോകത്ത് ദൗർഭാഗ്യവാന്മാർ തന്നെയാണ് എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇത്രയൊക്കെയാണ് ഈ സൂറത്തിൽ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്ക രൂപത്തിലായി തീരുകയും ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.